നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. ആമേൻ, ആമേൻ. ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തോണ്ട് പോത്തില്ല. ആമേൻ. ഇന്ന് പകൽ കർത്താവിൻ്റെ കണ്ണ് വെട്ടിച്ച് നിന്നെ തൊടാൻ ഒരു പിശാചിനും പറ്റത്തില്ല. ഞാൻ ഈ പറഞ്ഞാമേ, പ്രൈസ് ദി ലോർഡ്. എൻ്റെ യേശുവിൻ്റെ കണ്ണ് വെട്ടിച്ച് നിന്റെ കുടുംബത്തിലുള്ളതിനെ തൊടാൻ പറ്റത്തില്ല. ഈ പകൽ വിശ്വസിക്കതേ. Wow. Jesus. Praise the Lord. Praise the Lord. വിശ്വസിക്കാൻ പറ്റുമോ? അടുത്തിര നല്ല തട്ടിയിട്ട് പറ, നിന്റെ പ്രാർത്ഥനയൊന്നും അല്ലെന്ന് പറ. നിന്റെ പ്രാർത്ഥനയൊന്നും അല്ല, ചുമ്മാതെ ആമേൻ പ്രാർത്ഥനാവീരന്മാരെന്നും പറഞ്ഞ് നടക്കുന്നു. നീ എന്തോ പ്രാർത്ഥിച്ചെന്നാ പറഞ്ഞേ. ആമേ, നിനക്ക് എത്ര മണിക്കൂർ പ്രാർത്ഥിക്കാൻ പറ്റും? എടാ പത്രോസേ 5 മിനിറ്റ് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ നീ കിടന്ന് ഉറങ്ങുന്നില്ലടാ. ആമേ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. പക്ഷെ നിന്നെ സൂക്ഷിക്കുന്ന പിതാവിൻ്റെ പ്രാർത്ഥന, ആമേൻ, നിന്നെ സംരക്ഷിക്കുന്ന പുത്രന്റെ പ്രാർത്ഥന, ഒരു അഗ്നിമതിൽ പോലെ നിനക്ക് സംരക്ഷണം തീർക്കുന്ന പിതാവിൻ്റെ പ്രാർത്ഥന, ആ പ്രാർത്ഥനകൾക്ക് കാത്തിരിക്കുന്ന കുടുംബങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവനെ, പഴയ നിയമത്തിന്റെ ആമേൻ അത്യുന്നതന്റെ നിഴലിലിരുന്നവൻ പറഞ്ഞ പദമറിയാവ. നിഴലിലിരുന്നവൻ അവൻ പറയാ, ഒരു ബാധ എൻ്റെ കൂടാരത്തിനകത്ത് ആമേൻ അടിക്കത്തില്ല. നിഴലിരുന്നുകൊണ്ട് അവൻ പറയാ, എൻ്റെ വശത്ത് ആമേൻ 10,000, എൻ്റെ വലതുവശത്ത് ആമേൻ 20,000 50,000 വീഴുമെന്ന്. നിന്നെ ദൈവം ഇരുത്തിരിക്കുന്നത് നിഴലിനകത്തൊന്നും അല്ല. നീ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. നീ നിഴലിനകത്തിരിക്കുന്നവനല്ല നീ. ആ നിഴൽ അടിപ്പിച്ചവൻ നിന്റെ അകത്ത് നിന്ന് രാത്രി ഇരിപ്പുണ്ട്. മനസ്സിലായി? ആ നിഴൽ അടിപ്പിച്ച പ്രതികരിക്കാൻ പറ്റുമെങ്കിൽ പ്രതികരിക്കുക. അത്യുന്നതന്റെ നിഴലിൽ പോലും റൈസൺ തോമസിനെ ദൈവം ഇരുത്തിരിക്കുന്ന അത്യുന്നതന്റെ നിഴലിലല്ല. ആ അത്യുന്നതൻ ഒരു മഹത്വമായി എന്റെ അകത്തിരിപ്പുണ്ട്. അതുകൊണ്ട് ഇനി എന്റെ നിഴലിൽ വീണാ മതി. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. ഭയങ്കര അധികാര കൈമാറ്റങ്ങൾ ഈ പകൽ നടക്കുന്നുണ്ട്. എനിക്ക് ആത്മാവിൽ തിരിച്ചറിയ ഭയങ്കര അധികാര കൈമാറ്റങ്ങൾ ഈ പകൽ ദൈവാത്മാവിടെ നടക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭയങ്കര അധികാര കൈമാറ്റങ്ങൾ. നിന്റെ തേഞ്ഞുപോയ അമ്പുകൾക്ക് ഈ പകൽ മൂർച്ച കൂടാൻ പോകുക. നിന്റെ ഉപയോഗശൂന്യമായ പ്രസംഗത്തിന് ഇന്ന് പകൽ ദൈവാത്മാവ് മൂർച്ച വരുത്താൻ പോകുക. ഇരുവായ്ത്തലയുള്ള വാൾ ഇന്ന് പകൽ ദൈവം നിന്നെ ഏൽപ്പിക്കുക. വിശ്വസിക്കുന്നവർ ഈ പകൽ പ്രതികരിക്കുക. നിഴലിനകത്തിരിക്കുന്നവന് പോരാട്ടം അടിക്കത്തില്ലെങ്കിൽ, എടാ നാണം കെട്ട ക്രിസ്ത്യാനി, നീ പോരാട്ടത്തിന്റെ കാര്യം പറയാതെ. എടാ നാണം കെട്ട ക്രിസ്ത്യാനി, നീ ബന്ധനത്തിന്റെ കാര്യം പറയാതെ. ഹല്ലേലൂയ. നിഴലിനകത്തിരുന്നോണ്ടവൻ പറയാ, എന്റെ മേൽ അടുക്കത്തില്ല. ഇന്ന് അകത്ത് ക്രിസ്തുവിനെ വഹിച്ചോണ്ട് പറയാ, പൂച്ച ചാടിയൊന്നു പോലും കുറുക്ക്. ഹല്ലേലൂയ. എത്ര പേര് ഈ പകൽ എന്റെ കൂടെ ഉണ്ട്? നിന്നെ സൂക്ഷിക്കുന്ന പിതാവിന്റെ പ്രാർത്ഥന, പുത്രന്റെ പ്രാർത്ഥന. ഹല്ലേലൂയ. ഞാൻ പറയുക, നമ്മുടെ വാക്യം മറക്കരുത്. അന്ത്യകാലത്ത് വെളിപ്പെടാനിരിക്കുന്ന രക്ഷയ്ക്കു വേണ്ടി ദൈവശക്തിയാൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങൾ. എന്തോ പിടികിട്ടി പ്രിയപ്പെട്ടവരെ ആ വാക്യം. പത്രോസേ, ഞാൻ പോവാ. പക്ഷെ ഞാൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പിതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പിതാവ് എനിക്ക് നാമം ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. പ്രതികൂലം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ നീ വേറൊന്നും ഓർക്കണ്ട. ഞാൻ നിനക്ക് നാമം എൻ്റെ വായിലെടുത്താൽ മതി. എത്ര പേർക്ക് പകൽ നാമത്തെ എന്നിട
നിന്റെ ശരീരത്തിൽ രോഗം വരുമ്പോൾ, നിന്റെ തലമുറകളെ പിശാച് ക്ലെയിം ചെയ്യുന്നു നിനക്ക് തോന്നുമ്പോൾ, കമോൺ, നീ നിന്റെ നാമം, ഞാൻ നിനക്ക് തന്ന ആ നാമം, ഞാൻ നിനക്ക് തന്ന ആ നാമം, ഞാൻ നിന്നെ ഏൽപ്പിച്ച ആ നാമം, ഇന്ന് പകൽ ആരാത് കൈകൾ എടുക്കുന്നേ, ആരാത് കൈകൾ എടുക്കുന്നേ? എടുത്തിട്ട് പറ യേശുവിന്റെ നാമത്തിൽ, എടുത്തിട്ട് പറ യേശുവിന്റെ നാമത്തിൽ. ആ നാമം നിന്നെ സൂക്ഷിക്കും, ആ നാമം നിന്നെ സംരക്ഷിക്കും. എന്നിട്ട് പറയുക ഹല്ലേലൂയ, എന്നിട്ട് പറയുക ആമേ. അത് മാത്രം പോരാ നിനക്ക്, ആമേ. ഭയങ്കര അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും, ആമേ. ആമേ, നിനക്ക് എൻ്റെ കൂടെ നടന്നിട്ട് പോലും നിനക്ക് രക്ഷപ്പെടാൻ പറ്റിയിട്ടില്ല, ആമേ. ഇനി ഞാൻ പോയി കഴിഞ്ഞാൽ അതുകൊണ്ടൊന്നും നിനക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിന്നെ സംരക്ഷിക്കാൻ ഞാൻ ഭയങ്കര സെറ്റപ്പുകൾ ഇവിടെ ചെയ്യാൻ പോവുക, ആമേ. ഞാൻ നിന്നെ സൂക്ഷിക്കാൻ വമ്പൻ ക്രമീകരണങ്ങൾ ചെയ്യാൻ പോവുക, ആമേ. ഞാൻ പോയി കഴിഞ്ഞാൽ, ആമേ, ഞാൻ മറ്റൊരാളെ കൂടെ നിന്റെ അടുക്കൽ അയച്ചു തരും, ആമേ. ഹല്ലേലൂയ. മിണ്ടുന്നില്ലേ, ആമേ? ഞാനങ്ങ് പോയി കഴിഞ്ഞാൽ മറ്റൊരുത്തനെയും കൂടെ ഞാൻ നിന്റെ അടുക്കൽ അയച്ചു തരും, ആമേ. ആമേൻ. പഴയ നിയമത്തിൽ ഞാൻ ആരെ അയച്ചതെന്ന് ഞാൻ പറയാം, ആമേ. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് ദൂതനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആമേ. ഗബ്രിയേലിനോട് പറഞ്ഞു, ആമേ, മോശയെ സൂക്ഷിച്ചോണേ, ആമേ. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? മീഖായേലിനോട് പറഞ്ഞു, ആമേൻ, യോശുവയെ സൂക്ഷിച്ചോണെന്ന്. പക്ഷേ ആമേൻ, ഗബ്രിയേലിനെ മീഖായേലിനെ വെട്ടിച്ചു പോകുന്ന പുള്ളികളാ പഴയ നിയമത്തിന്റെ പുള്ളികൾ, ആമേ. അതുകൊണ്ട് തമ്പുരാൻ പറഞ്ഞു, ആമേ, ഇനി പുതിയ നിയമത്തിൽ എന്റെ രക്തം കൊടുത്ത് സൂക്ഷിച്ച്, ആമേ, സമ്പാദിച്ച നിന്നെ സൂക്ഷിക്കുക ഞാൻ ഒരു ദൂതന്റെയും കയ്യിൽ ഏൽപ്പിക്കത്തില്ല, ആമേ. ഞാൻ ആരെ ഏൽപ്പിക്കുമെന്ന് പറയാ? സത്യത്തിന്റെ ആത്മാവിന്റെ കൈകളിലേക്ക്, പരിശുദ്ധ ആത്മാവിന്റെ കൈകൾ. Come on, receive Jesus, Jesus, Jesus. Amen. 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 ബ്രദറിനെ പരിശുദ്ധമായി തൊടുക. ഹല്ലേലൂയ. കാണാൻ വന്നുകൊണ്ടിരിക്കുന്നവൻ കണ്ടോണ്ടിരിക്കട്ടെ, കേൾക്കാമെന്നവൻ കേട്ടോണ്ടിരിക്കട്ടെ. ഈ ദിവസങ്ങളിൽ ദൈവാത്മാവിനാൽ സൂക്ഷിക്കപ്പെടാനിരിക്കുന്ന, ദൈവാത്മാവിനാൽ സംരക്ഷിക്കപ്പെടുന്നവൻ നിനക്ക് എന്ത് പിടികിട്ടി? നിനക്ക് എന്ത് മനസ്സിലായി? അമ്മേ, ഞാൻ ദൂതന്മാരെ ഏൽപ്പിച്ച ദാവീദ് ദൂതന്റെ കണ്ണ് വെട്ടിച്ച് പോയി കളഞ്ഞു, ആമേൻ. ഹല്ലേലൂയ. ഞാൻ ഏൽപ്പിച്ചിരുന്നവൻ പലരും അവസരം കിട്ടിയപ്പോൾ, ആമേൻ, ചാടി പോയി കളഞ്ഞു, ആമേൻ. ആമേൻ. എൻ്റെ രക്തം കൊടുത്ത് സമ്പാദിച്ച നിന്നെ, എൻ്റെ രക്തത്തിന്റെ വിലയായ നിന്നെ ഒരു ദൂതന്റെയും, ആമേൻ, അബലമായ കൈകൾക്കകത്ത് വിട്ടുകൊടുക്കത്തില്ല, ആമേൻ. ഹല്ലേലൂയ. ഒരു ദൂതന്റെയും, ആമേൻ, അത്ര, ആമേൻ, ദൂരം എന്ന് പറഞ്ഞാൽ പിന്നെ വലിയ പുള്ളി, ആമേൻ, അവനെ പോലും അല്ല ശ്രീനോജ്, ആമേൻ, ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നത്, ആമേൻ. പത്രോസേ, ഞാൻ പോകുന്നത് കുറെ കൂടെ നല്ല കാര്യമാണ്. ഞാൻ പോയാൽ മറ്റൊരുത്തം വരും, ആമേൻ. അവൻ നിന്നെ സകല സത്യത്തിലും നടത്തിക്കോളും, ആമേൻ. അവൻ നിന്നെ സകല സത്യത്തിലും, സകല സത്യത്തിലും. അടുത്ത ദൂതുകൾ എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയത്തില്ല. അതുപോലെ ദൈവസ്നേഹം ഞാൻ അനുഭവിക്കുന്നു, അതുപോലെ ദൈവസ്നേഹം ഞാൻ അനുഭവിക്കുന്നു. ഇതിപ്പോ പരിശുദ്ധാത്മാവാണ്, ഇത് പത്രോസിന്റെ മേൽ പരിശുദ്ധാത്മാവിനെ അയക്കുന്ന സമയത്ത് യേശു പറഞ്ഞൊരു പദമുണ്ട്, സൂക്ഷിച്ചോണം അവനെ, അവനെ സൂക്ഷിച്ചോണം, അവനെ പരിപാലിച്ചോണം. അവൻ്റെ പഴയ പുള്ളിയാ, നന്നാകാത്തവനാ, അവൻ അവസരം കിട്ടുമ്പോഴെല്ലാം ചാടിപ്പോകുന്നവനാ. പക്ഷേ നീ ഉദ്ദേശിക്കുന്ന കണക്കല്ല അവൻ്റെ കാര്യങ്ങൾ. അന്ത്യകാലത്ത് അവനിൽ വെളിപ്പെടാനിരിക്കുന്ന ഒരു ഭയങ്കര രക്ഷയുണ്ട്. ഓ
ചരിത്രം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തത് ചിലത്, ലോകരാജ്യങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ചിലത്. ജോയെ സൂക്ഷിച്ചോണം, റൈസനെ സൂക്ഷിച്ചോണം, ജയലാലിനെ സൂക്ഷിച്ചോണം. നിനക്കറിയോ, നിന്റെ സൂക്ഷിപ്പുകാരൻ, നിന്റെ സംരക്ഷകൻ, നിന്റെ സംരക്ഷകൻ, നിന്റെ സൂക്ഷിപ്പുകാരൻ പരിശുദ്ധാത്മാവാ. എല്ലാവരും പ്രാർത്ഥിച്ചേ പ്രിയപ്പെട്ടത്. കർത്താവിൻ്റെ ഭയങ്കര ഡെലിവറൻസുകൾ ഇന്ന് പകൽ ഇവിടെ നടക്കുക. ഭയങ്കര ഡെലിവറൻസുകൾ ഇന്ന് പകൽ നടക്കുക. എല്ലാവരും പ്രാർത്ഥിച്ചേ, എല്ലാവരും പ്രാർത്ഥിച്ചേ. ഒരു സാധാരണ പകലല്ലിത്, ഒരു സാധാരണ പകലല്ല. കർത്താവിൻ്റെ ഭയങ്കര സംരക്ഷണങ്ങൾ ദൈവം ചിലർക്ക് വേണ്ടി ഇറക്കാൻ പോകുക. ദൈവത്തിൻ്റെ ഭയങ്കര ആർമികൾ ഇന്ന് പകലോട് ഇറങ്ങാൻ പോവുക. ദൈവത്തിൻ്റെ ആർമി ഇന്ന് പകലോട് ഇറങ്ങി നിൽപ്പുണ്ട്. ആമേൻ. നീ കാണാത്തത് എലീശായെ, ഏലിയാവേ, ആമേൻ, ഏലീശയ്ക്ക് കാണാൻ പറ്റാത്തത് ഗേഹസിക്ക് കാണാൻ പറ്റാത്തത് ആമേൻ അകം കണ്ണുകൾ കൊണ്ട് കാണുന്നവനായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ. നിന്റെ കുടുംബത്തെ, നിന്നെ ചുറ്റി വളഞ്ഞിരിക്കുന്ന ആമേൻ സൈന്യത്തെ അല്ല നീ കാണുന്നത്. കണ്ടോ, അകം കണ്ണുകൾ പ്രകാശിപ്പിക്കപ്പെട്ടവൻ കണ്ടത് അഗ്നിരഥങ്ങളും അഗ്നി അശ്വങ്ങളും ഇറങ്ങി സൂക്ഷിക്കുന്ന ഒരു ഭയങ്കര ദൈവിക സംരക്ഷണം അവൻ കണ്ടതുപോലെ ഇന്ന് പകൽ നിനക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുന്ന ദൈവിക സംരക്ഷണം. യേശുവിൻ നാമത്തിൽ, 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 യേശുവിൻ നാമത്തിൽ. ഹുറബല ശാന്തര ശലരി അന്ധരമമാൻ ഹുറബബ ശാന്തരാദര ശലരി അന്ധര. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായി? പരിശുദ്ധ ആത്മാവ് ഇവന്റെ മേൽ വന്നപ്പോൾ ദൈവം പറഞ്ഞ ഒറ്റ കാര്യം, സൂക്ഷിച്ചോണം. എന്താ? സൂക്ഷിച്ചോണം. അടുത്ത ദൂത് കേൾക്കാൻ തയ്യാറാണെങ്കിൽ കേട്ടോണം. അമ്മേ, ഇവൻ കുതിര ഓടാൻ സാധ്യതയുണ്ട്, അവൻ ചാടിപ്പോകാൻ സാധ്യതയുണ്ട്, പക്ഷെ സൂക്ഷിച്ചോണം. കാരണം സർപ്പം ഹവ്വായെ ചതിച്ചതുപോലെ ക്രിസ്തുവിനുള്ള നിഷ്കളങ്കതയും നിർമ്മല മനസാക്ഷിയും വിട്ട് അവർ തെറ്റിപ്പോകുമോ എന്നൊരു ഭയം എനിക്കുണ്ട്. സൂക്ഷിച്ചോണം. നിന്റെ വിശ്വാസ ജീവിതത്തിൻ്റെ കരുത്ത്, ഇന്നും നീ വിശ്വാസത്തിൽ നിൽക്കുന്നത് നീ അറിയാതെ നിന്നെ സംരക്ഷിക്കുന്ന പരിശുദ്ധ ആത്മാവാണ് എന്നീ പകൽ പറഞ്ഞാൽ എത്ര പേർ ഈ പകൽ ആമേൻ പറയാൻ പറ്റും? ആമേൻ. ജീസസ്, ജീസസ്, ജീസസ്. എത്ര പേരുടെ കൈകളിൽ അവൻ പിടിച്ചിട്ടുണ്ട്? എത്ര പേരത് മനസ്സിലാക്കിയിട്ടുണ്ട്? ഭയങ്കരമായിട്ട് ദൈവം ചിലർ തൊട്ടുകൊണ്ടിരിക്കുക അവിടെ. ആമേ, ഭയങ്കരമായിട്ട് ദൈവം ചിലർ സ്പർശിക്കുക. ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. എന്നെ ശ്രദ്ധിച്ച് കേട്ടോളാം. എൻ്റെ മൂത്ത കുഞ്ഞിന് 3 വയസ്സ് കഴിഞ്ഞു. വല്ലപ്പോഴും ഒക്കെ ഞങ്ങൾ പുറത്തിറങ്ങും ഔട്ടിങ്ങിനൊക്കെ. മിക്കവാറും ഞങ്ങൾ പെട്ടെന്ന് പോകാൻ പറ്റുന്ന കൊല്ലത്ത് ബീച്ചിലൊക്കെ ഞങ്ങൾ പോകാറുണ്ട്. ആമേ. ബീച്ചിൽ പോയിരിക്കും. അവൾക്ക് വെള്ളത്തിൻ്റെ ഡേഞ്ചറോ വെള്ളത്തിൻ്റെ അപകടങ്ങളോ ഒന്നും അറിയത്തില്ല. കാറിൽ നിന്ന് ഇറങ്ങി ഒരൊറ്റ ഓട്ടോ തിരമാലയിലേക്ക്. ആമേ. എനിക്കറിയാം അവൾക്ക് വിവേകം ഉണ്ടായിട്ടില്ല, തിരിച്ചറിവ് ഉണ്ടായിട്ടില്ല. പക്ഷെ അവളെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം എൻ്റെതാണ്. അതുകൊണ്ട് എത്ര കുതറിയാലും ഈ കൈവിടത്തില്ല. തവണ ഈ കൈ നീ പൊട്ടിക്കാൻ നോക്കി,
പക്ഷെ കുതറിവിടാൻ ആമേൻ നീ ആഗ്രഹിക്കുമ്പോഴല്ല, നിന്റെ ആ കുതറലുകളെ ഒരു ശാസന കൊണ്ട് നിർത്തി, ഒരു വഴക്ക് പറച്ചിൽ കൊണ്ട് നിർത്തി, നിന്റെ കൈ പിടിച്ച് മാറ്റി നിർത്തിയിരിക്കുന്ന, ഹല്ലേലൂയ, നിന്റെ കൈ പിടിച്ച് മാറ്റി നിർത്തിയിരിക്കുന്ന പരിശുദ്ധാത്മാവ് അവനായി ഇന്ന് രാത്രി അടുത്തവര് പകർച്ചയ്ക്ക് വേണ്ടി നിന്നെ ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്ന അവനായി ഇന്ന് രാത്രി അടുത്തവര് നിയോഗത്തിന്റെ കുതിപ്പിന് വേണ്ടി ഈ രാത്രി നിന്നെ ഇവിടെ ഇരുത്തിയിരിക്കുന്ന പറഞ്ഞല്ലോ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അമ്മ തീയൊക്കെ വരുമ്പോൾ ഇങ്ങനെ മാറ്റി പിടിച്ചിരിക്കും, ഫോട്ടോയോട് പിടിച്ചിരിക്കും. അമ്മ എൻ്റെ കൊച്ചിനെ തീയല്ലോ അറിയാവോ? നിനക്കെന്തറിയാം? Praise the Lord. Praise the Lord. Praise the Lord. എത്ര പേർക്ക് ഈ പകൽ മനസ്സിലായി? ഒന്നുകൂടെ പിടിയിട്ടും നമുക്ക് പെട്ടെന്ന് കാര്യം പിടികിട്ടും. നീ ദൈവത്താൽ സൂക്ഷിക്കപ്പെട്ടുന്നു എന്നെങ്ങനെ നിനക്ക് മനസ്സിലാവുന്നു ചോദിച്ചാൽ, നാം തന്നെ വിചാരിച്ചു എത്രയോ തവണ നമ്മൾ വീണുപോയെന്ന്, എത്രയോ തവണ നമ്മൾ തോറ്റുപോയെന്ന്. നമ്മളെ ആ തോൽവിയുടെ തൊട്ട് മുമ്പിൽ വന്ന് നിന്നപ്പോൾ എത്തിപ്പിടിക്കാൻ പോവും അവൻ അങ്ങോട്ട്. ആമേ, എത്തിപ്പിടിക്കാൻ ശ്രമിച്ചപ്പോൾ കൈക്കൊരൊറ്റയാടി. ആമേൻ. അടുത്ത് എന്ന് ആ പാവത്തിൻ്റെ തൊട്ട് മുമ്പിൽ നിന്നപ്പോൾ ആരുമില്ല, എൻ്റെ പപ്പായില്ല, എൻ്റെ മമ്മിയില്ല, എൻ്റെ വൈഫില്ല, എൻ്റെ കുഞ്ഞുങ്ങളില്ല. ആമേ, എൻ്റെ അകത്തൊരു ശബ്ദം, നോ. എൻ്റെ അകത്തൊരു ശബ്ദം, എടുക്ക കൈ. അതാരെന്നറിയാവോ? നിന്നെ സംരക്ഷിക്കുന്ന പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. നിന്നെ സൂക്ഷിച്ചു പിടിച്ചിരിക്കുന്ന ദൈവാത്മാവ്. എത്ര പേർ അത് അനുഭവിച്ചിട്ടുണ്ട്? എത്ര പേർ അത് അനുഭവിച്ചിട്ടുണ്ട്? എത്ര പേർ അത് അനുഭവിച്ചിട്ടുണ്ട്? തൊട്ട് മുമ്പിൽ നിന്ന് പിന്നെ കൈക്ക് എത്ര പേർ കടി കിട്ടിയിട്ടുണ്ട്? എടുക്കട കൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. എടാ നോക്കരുതെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പകൽ നിനക്കറിയത്തില്ലേ, അവനെ ഏൽപ്പിച്ചപ്പോൾ ദൈവം പറഞ്ഞൊരു പദമുണ്ട്, സൂക്ഷിച്ചോണം, സൂക്ഷിച്ചോണം. അവൻ ചാടാൻ സമ്മതിക്കരുത്, അവനെ സൂക്ഷിച്ചോണം. കണ്ണടച്ചേ. കർത്താവ് താണ്ട ചെറുതിനെ തൊടുക, കർത്താവ് താണ്ട ചെറുതിനെ തൊടുക. യേശുവിൻ നാമം ഇന്ന് പകൽ ചെറുതിനെ സംരക്ഷിക്കുക. ചിലതിന്റെ കൈ ഇന്ന് പകൽ അവൻ പിടിച്ചിരിക്കുക, ചിലതിന്റെ കൈകളിൽ അവൻ ആമേൻ ഭയങ്കരമായി അവൻ പിടിച്ചിരിക്കുക. യേശുവിൻ നാമത്തിൽ ഇല്ല പിശാച്, നിനക്ക് ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ജീസസ്. പ്രാർത്ഥിച്ചേ. അവന്റെ സംരക്ഷണം അനുഭവിച്ച്, അവന്റെ സെക്യൂരിറ്റി അനുഭവിച്ച്, അവന്റെ ആ വലിയ സ്നേഹം അനുഭവിച്ച്. ജീസസ്. അമ്മേ, നിന്റെ കയ്യിൽ, നീ ആരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു? അവന് കൊടുത്തിരിക്കുന്ന പിതാവിൻ്റെ ഓർഡർ. ആമേ, അവൻ ദുബൈയിൽ പോയാലും, ഷാർജയിൽ പോയാലും, UAE പോയാലും, ലോകത്തിൻ്റെ എത്ര അഴുക്ക് ചാലുകളിൽ കൂടെ പോയാലും, ആമേ, ഹല്ലേലൂയ, അന്ത്യകാലത്ത് അവനിൽ വെളിപ്പെടാനിരിക്കുന്നൊരു രക്ഷയുണ്ട്. ഹല്ലേലൂയ. അവനിൽ വെളിപ്പെട്ട് വരാനിരിക്കുന്ന ഒരു ദൈവ മഹത്വമുണ്ട്. ഇന്ന് അവന്റെ ആത്മാവ് മാത്രമേ രക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ, പക്ഷേ അവന്റെ ജഡത്തിനകത്ത് വെളിപ്പെടാനിരിക്കുന്ന ഒരു രക്ഷയുണ്ട്. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി അവൻ ഇറങ്ങി വരുമ്പോൾ എന്റെ രക്ഷയുടെ പൂർണ്ണത അന്നവിടെ നടക്കും വരെ. ആമേ, എന്റെ ശരീരം മണ്ണോട് ചേർന്ന് പോയാലും ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവനാണ് എന്നെ ഉയർപ്പിക്കുമവേ. ആമേൻ. എന്നെയും ഉയർപ്പിക്കും. ആമേൻ. ഉയർപ്പിച്ച് ഓർമ്മയില്ലേ? ആമേൻ.
പിതാവിന്റെ സന്നിധിയിൽ കളങ്കമില്ലാതെ നിന്നെ കൊണ്ടുപോയി നിർത്തും. ആമേൻ. പിതാവിന്റെ മുമ്പിൽ കളങ്കമില്ലാതെ നിന്നെ കൊണ്ടുപോയി നിർത്തിയിട്ട് ആമേൻ പിതാവിനോട് പറയും, പിതാവേ, ഇതാ ഭൂമിയിൽ വെച്ച് എന്നെ ഏൽപ്പിച്ച ടിജോ, ഭൂമിയിൽ വെച്ച് എന്നെ ഏൽപ്പിച്ച റൈസർ ഒന്നും പറ്റാതെ തോൽവികളുടെ കൂമ്പാരമായ നിന്നെ, പരാജയങ്ങളുടെ കൂമ്പാരമായ നിന്നെ അമ്മേ അമ്മേ തോറ്റ് 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 തുന്നം പാടിയ നമ്മളെ രാജീവ് ബ്രദറെ പരിശുദ്ധാത്മാവ് പിടിച്ചിരിക്കുക, സുനു ബ്രദറെ ദൈവാത്മാവ് പിടിച്ചിരിക്കുക. ദൂതന്റെ കൈ വെട്ടിക്കാൻ നിനക്ക് പറ്റും അമ്മേ, പക്ഷെ അവനെ ഒളിച്ച് നീ എവിടെ പോകും? അമ്മേ, ഹല്ലേലൂയ. അവനെ ഒളിച്ച് നിനക്ക് എവിടെ പോകാൻ പറ്റും? നിനക്ക് എങ്ങും പോകാൻ പറ്റത്തില്ല പത്രോസേ, നിനക്ക് എങ്ങും പോകാൻ പറ്റത്തില്ല. അമ്മേ ഉണ്ടോ? കാരാഗ്രഹത്തിൽ കിടന്ന് പത്രോസ് സ്വസ്ഥമായി ഉറങ്ങുന്ന ഉറക്കത്തിന്റെ കാരണം എന്താണെന്നറിയോ? അവനറിയാം ആരാൽ അവൻ സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണെന്ന്. ആമേ, ആരാൽ അവൻ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണെന്ന് അവൻ അറിയാം. ആമേ, അവിടെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം നൽകുന്ന ഒരു പദമുണ്ട്. ഹല്ലേലൂയ. കാരാഗ്രഹത്തിൽ ഇറങ്ങിയ ദൂതൻ ആമേൻ കാരാഗ്രഹ വാതിലുകളെ തുറക്കുക മാത്രമല്ല ചെയ്തത്. ആമേൻ, അവിടെ കാവൽ കൂട്ടങ്ങളുടെ കണ്ണു വെട്ടിച്ച് അവനെ പുറത്തും കൊണ്ടുവന്നു. ആമേ എന്ന് പറഞ്ഞാൽ ഞാനതിനെ ഇങ്ങനെ വിശദീകരിച്ചു തരാം. ആമേ, ഇവനെ അകത്തോട്ട് ബന്ധിച്ചുകൊണ്ട് പോകുന്നത് പിശാച് കണ്ടതാ, ഇവനെ അകത്തോട്ട് കൊണ്ടുപോകുന്നത് ആമേൻ ആമേൻ നാട്ടുകാർ മുഴുവൻ കണ്ടതാ. പക്ഷെ കാരാഗ്രഹത്തിൽ ഇറങ്ങിയ ദൂതൻ ഹല്ലേലൂയ അവന്റെ ചിറകുകൾ വിരിച്ചു നിന്ന് ഞാൻ ഇങ്ങനെ പ്രസംഗിക്കും. ആമേൻ, ആ വിരിപ്പിന്റെ നടുവിൽ അവൻ ഒരു സങ്കേതം ഒരുക്കി, ഒരു വഴി ഒരുക്കി. ആമേൻ ആമേൻ, പടയാളികളെ അപ്പുറത്ത് നിർത്തി. ആമേൻ ആമേൻ, ആ ചിറകിന്റെ മറവിൽ കൂടെ നിന്നെ പുറപ്പെടുവിപ്പിക്കുന്ന ദൈവ സാന്നിധ്യം. ആമേൻ, ഇന്ന് പകൽ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്ക്, നിനക്കൊന്നും പറ്റത്തില്ലെന്ന്. ഹല്ലേലൂയ. Praise the Lord. Amen. Amen. Praise the Lord. എത്ര തവണ നിങ്ങൾ ആ ശബ്ദം കേട്ടിട്ടുണ്ട്? നോ എന്ന ശബ്ദം. അതനുസരിച്ച് മാത്രം മതി. അതനുസരിക്കാനുള്ള മനസ്സിനെ കാണിക്കണം. അതനുസരിക്കാൻ പറ്റിയാൽ എനിക്കൊന്നും പറ്റത്തില്ല. അമ്മേ അമ്മേ, ഇനി പറഞ്ഞ് പിടികിട്ടുന്നുണ്ടോ? അമ്മേ പറഞ്ഞ അന്ത്യകാലത്ത്, മനസ്സിലാക്കി പറഞ്ഞ അന്ത്യകാലത്ത് വെളിപ്പെടാനിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി ദൈവശക്തിയാൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഞാൻ. ഒന്നുകൂടെ പറഞ്ഞ അന്ത്യകാലത്ത് വെളിപ്പെടാനിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി ദൈവശക്തിയാൽ ഞാൻ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ഞാൻ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ഞാൻ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ഞാൻ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ഞാൻ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ ഹൃദയത്തിൻ്റെ ആഗ്രഹമുണ്ട്. ഞാനിപ്പോൾ സമയമെടുത്ത് പ്രസംഗിക്കാൻ തന്നെ അമ്മൻ മനസ്സിലാത്തൊരു ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ തയ്യാറാണോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇപ്പോൾ സമയമെടുത്ത് അമ്മൻ ധാരാളം സമയം നമ്മുടെ മുന്നിലുള്ളതുകൊണ്ട് ഹല്ലേലൂയ. ചില സമയങ്ങൾ അമ്മൻ നമ്മളെടുത്ത് നിന്ന് രാവിലെ പ്രസംഗിക്കാൻ പോകും. അമ്മൻ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു. ഹല്ലേലൂയ. അമ്മൻ നീ ഒന്ന് അമ്മൻ പരിശുദ്ധാത്മാവ് നിന്റെ അവകാശത്തിൻ്റെ ആചാരം. ഹല്ലേലൂയ. രണ്ട് അമ്മൻ പരിശുദ്ധാത്മാവ് നിന്റെ സംരക്ഷകൻ, നിന്റെ പ്രൊട്ടക്ഷൻ, അമ്മ നിന്റെ സെക്യൂരിറ്റി. മിണ്ടുന്നില്ല. ഇതെല്ലാം അഭിഷേകത്തിൻ്റെ ആദ്യ തലങ്ങളാണ്. ആമേ. എന്നാൽ അഭിഷേകത്തിൻ്റെ ഉയർന്ന തലങ്ങളിലേക്ക് കയറുമ്പോൾ ആമേൻ അവിടെ ഗൗരവമുള്ള ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ആമേൻ. എനിക്ക് ആ ഭാഗങ്ങൾ വിശദീകരിക്കാനുള്ള കൊതി സത്യത്തിൽ അപ്പോസ്തല പ്രവൃത്തികളിൽ നിന്നാണ് ആ ഭാഗങ്ങളുടെ ചിന്ത കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ആമേൻ. എഫേസോസിലെ ആ സഭയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി നമ്മൾ ഇന്നലെ രാത്രി വായിച്ചു. അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ മുദ്ര ചെയ്തിരിക്കുന്നു എന്ന് എഫേസ്യ ലേഖനം 1:14 നമ്മൾ വായിച്ചിട്ടും 20-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന വാക്യം ഇങ്ങനെയാണ്. ഹല്ലേലൂയ.
അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ, ശ്രദ്ധിച്ച്, നേരത്തെ അതൊരു അവകാശത്തിൻ്റെ അച്ചാരം മാത്രമായിരുന്നെങ്കിൽ കുറെ കഴിഞ്ഞപ്പോൾ അതൊരു ദൈവശക്തിയായിട്ട് വ്യാപരിക്കാൻ തുടങ്ങി. മനസ്സിലാവുന്നുണ്ടോ? അതൊരു ഭയങ്കര ദൈവശക്തിയായിട്ട് വ്യാപരിക്കാൻ തുടങ്ങി. അതൊരു ഭയങ്കര ദൈവശക്തിയായിട്ട് വ്യാപരിക്കാൻ തുടങ്ങി. നമ്മുടെ മീറ്റിംഗ് തന്നെ ആത്മപകർച്ചയാണ്. ഇത് രാത്രിയിലെ കൂട്ടം തീരുമ്പോൾ ഒരു ഭയങ്കര വ്യാപാര ശക്തിയായി നമ്മുടെ കൂടെ അവൻ ഇറങ്ങി നിൽക്കണം. ഹല്ലേലൂയ. അതാ ഇന്ന് രാത്രിയിലെ ദൗത്യം. ഹല്ലേലൂയ. ചേർന്ന് കർത്താവിന്റെ സ്തോത്രം പറഞ്ഞാട്ടെ. അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തിൽ ശ്രദ്ധിച്ച് നമുക്കതിന് പെട്ടെന്ന് പറഞ്ഞു പോരാ. അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായത്തിലാണ് ആദ്യമായിട്ട് സുവിശേഷം എഫേസോസിൽ എത്തുന്നത്. ആ വാക്യം ഒന്ന് വായിക്കാമോ? അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായത്തിന് 1, 2, 3, 4 വാക്യം പെട്ടെന്ന് വായിച്ച അപ്പോസ്തലപ്രവൃത്തി 19-ന്റെ ചില ശിഷ്യന്മാരെ കണ്ടു. ചോദിച്ചതിന് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടില്ല. മതി, ഇത്രയും മതി. ഇനി ഞാൻ ബാക്കി പിന്നീട് വായിപ്പിക്കാം. ഇതായിരുന്നു എഫേസോസിലെ ആത്മപകർച്ചയുടെ ഒരു വമ്പൻ ഉണർവിൻ്റെ ആരംഭ വാക്കുകൾ നമ്മൾ കേട്ട. സത്യത്തിൽ ഈ എഫേസോസിൽ ഈ മിനിസ്ട്രി ആരംഭിച്ചത് പൗലോസാണ്. പൗലോസ് അല്ല, അപ്പല്ലോസാണ്. അപ്പല്ലോസിൻ്റെ ഒരു പ്രത്യേകത, സജോഷ് പറഞ്ഞ അപ്പല്ലോസിൻ്റെ പ്രത്യേകത, പുള്ളിക്ക് വലിയ വിവേകവും വലിയ ജ്ഞാനവും ഒന്നും ഇല്ലെങ്കിലും പുള്ളി ഏതാണ്ടൊക്കെ ഫയർ കോൺഫറൻസിനൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അതുമായിട്ടാണ് പുള്ളി ഇവിടെ വന്നേ. ഇവിടെ വന്നിട്ട് പുള്ളി അവിടെ പൗലോസ് കാണിച്ച കാര്യമൊക്കെ പുള്ളി ഇവിടെയും കാണിക്കാൻ തുടങ്ങി. മിണ്ടുന്നില്ല. അവിടെ പൗലോസ് കാണിച്ച കാര്യങ്ങളൊക്കെ ഇവിടെയും കാണിച്ചിട്ട് ഇവിടെയും പുള്ളി തൂവാലയൊക്കെ ഇട്ട് നോക്കി. തൂവാലയും പോയി പേരുദോഷവും മിച്ചം. പിന്നെ നിഴലൊക്കെ അടുപ്പിച്ച് നോക്കി. അവസാനം പത്രത്തിലും വന്നു അവൻ ശരിയല്ല. ഇപ്പം പേരുദോഷം മാത്രം മിച്ചമേ ഉള്ളൂ. എന്തായാലും കൊള്ളാം. ആരംഭത്തിൽ ഒരു 10-15 പേരങ്ങ് വന്നു. ദൂതാ കേട്ടോ. ആരംഭത്തിൽ ഒരു 10-15 പേരങ്ങ് വന്നു. ഈ 15 പേർക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു. എഫേസോസിനെ പിടിക്കും. പക്ഷേ കുറേ കൊല്ലം കഴിഞ്ഞപ്പോൾ ആരംഭത്തിലെ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ അവർ ഓടി വരും. മീറ്റിംഗ് 9 മണിക്ക് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ 8:30 വരുന്ന വിശ്വാസികളായിരുന്നു. പക്ഷേ ഈ 19-ാം അധ്യായങ്ങളൊക്കെ എത്തിയപ്പോഴത്തേന് ഇപ്പോൾ ഒരു 15 കൊല്ലമായി സഭ തുടങ്ങിയിട്ട്. പക്ഷേ ഈ 12-ന്റെ കെട്ട് പൊട്ടിയിട്ടില്ല. 15 കൊല്ലമായി. പക്ഷേ ഇപ്പോഴും എത്ര പേരുണ്ട്? ഇപ്പോൾ അവർ വരുന്നത് ഒരു സജോഷ് പാസ്റ്റർ 9 മണിക്കൊക്കെ മീറ്റിംഗ് തുടങ്ങിയ ഒരു 11:30 ആകുമ്പോഴത്തേനൊക്കെ വരും. അവർ വരാതിരിക്കത്തില്ല. മിണ്ടുന്നില്ല. സ്വത്രം പോയി. അവർ വരുന്നുണ്ട്. സ്വത്രം. സത്യമായിട്ട് യോഗം തീരുന്നതിന് മുമ്പ് എല്ലാവരും വന്നിട്ട് മുഖമൊക്കെ കാണിച്ചിട്ട് പോകും. നമുക്ക് എത്രയോ നമ്മളിത് കാണുന്നത്. അങ്ങനെ ഇരിക്കുന്ന എല്ലാവരും അങ്ങ് മടുത്ത്, എല്ലാവരും അങ്ങ് ക്ഷീണിച്ചിരിക്കുന്ന ഒരു സമയത്താണ്. ഹല്ലേലൂയ. ആ തലമുറയിൽ ഭയങ്കരമായി ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പൗലോസിനെ അവിടെ ഒരു കൊച്ചു ഉപവാസ പ്രാർത്ഥനയ്ക്ക് പ്രസംഗിക്കാൻ വേണ്ടി ദൈവം വിട്ടത്. മനസ്സിലാവുന്നുണ്ടോ? ആസിയയിൽ വമ്പൻ ഉറവ് നടന്നുകൊണ്ടിരിക്കുക. മെഗാ ക്രൂസായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് പൗലോസിനോടൊരു ദൂത്, പൗലോസ് നീ പെട്ടെന്ന് എഫേസോസിലൊന്ന് പോകാൻ പറഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് രാവിലെ നിന്നോടൊരു ദൂത് എനിക്ക് പറയാനുണ്ട്. ഹല്ലേലൂയ. നീ ക്ഷീണിച്ചാലും നിന്റെ വാഗ്ദത്തത്തിന് ക്ഷീണം ഉണ്ടാകത്തില്ല. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടാണ് നിന്നെ ഈ പട്ടണത്തിൽ വിട്ടതെങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാമെന്ന് ദൈവം പട്ടണത്തിൽ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ, എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിലും നിന്നെ കൊണ്ടത് ചെയ്യിക്കാതെ എൻ്റെ ദൈവം